വാണിയൻകുളം കൺവെൻഷൻ പെന്തക്കോസ്തിന്റെ തനിമയിൽ ആത്മശക്തിയുടെ നിറവോടെ ദൈവത്താൽ നടത്തപ്പെടുന്ന ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 13 മുതൽ 19 വരെ വാണിയൻകുളം അവിൽമിൽ റോഡിന് സമീപം നടക്കുന്നു. ദേവദാസന്മാരായ ജി രാജു, ജെയ്സ് പാണ്ടനാട്, ലിബിൻ കാക്കനാട്, ബിനു പൗലോസ്, ബൈജു തിരുവനന്തപുരം, സുനി ഐക്കാട്, കെ രഞ്ജിത്ത്, സന്തോഷ് കമ്പം എന്നിവർ വചന പ്രഘോഷണം നടത്തുന്നു. ഓൾമൈറ്റി വർഷിപ്പ് ടീമിനൊപ്പം സംഗീത സാന്ദ്രമായ ആരാധനയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനകളും ഈ മഹായോഗത്തിന്റെ സവിശേഷതയാണ്. ആത്മീയ ഉണർവിന്റെ ഈ വചന വിരുന്നിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9946862010. ചേലക്കര മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നമില്ലാത്തത് കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ നിരാശയുണ്ടാക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ കെ സംസ പറഞ്ഞു. ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി UDF സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിലല്ലാതെ മത്സരിക്കുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ വലിയ ആഘാതമുണ്ടാക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ കെ സംസ പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടം അംഗൻവാടിയിലെ 68 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 8:30 വോട്ട് ചെയ്യാനെത്തിയ അദ്ദേഹം ബൂത്തിലെത്തിയ അവശനായ വോട്ടറെ കൈപിടിച്ച് സഹായിക്കാനും സമയം കണ്ടെത്തി. മണ്ഡലത്തിൽ വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തമാണ് ദൃശ്യമാകുന്നതെന്നും പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ വലിയ നിര രാവിലെ മുതൽ തന്നെയുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. പതിറ്റാണ്ടുകളായി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലിച്ച UDF പ്രവർത്തകർക്ക് പുതിയ ചിഹ്നം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാകുമെന്നും ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലൊരു വികസനത്തിൻ്റെ തുടർച്ച പോളിംഗ് ബൂത്തുകളിൽ തന്നെ ദൃശ്യമാകുന്നുണ്ട്. കാലത്ത് തന്നെ നല്ല രീതിയിലുള്ള പോളിംഗ് നടത്തുന്നുണ്ട്. ജനങ്ങൾ ഒരു സ്ഥിര ഭരണവും വികസനോന്മുഖമായ കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കാലത്ത് തന്നെയുള്ള തെരഞ്ഞെടുപ്പുകൾ വിളിച്ചോതുന്നുണ്ട്. ഇടത് ജനാധിപത്യ മുന്നണിയുടെ ജനോപകാരപ്രദമായ വികസനോന്മുഖമായ ഒരു സർക്കാർ തുടരും എന്ന് ഉറപ്പുണ്ട്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചില മ്ലാനത UDFൻ്റെ കേന്ദ്രങ്ങളിലുണ്ട്. ചേലക്കര ഉണ്ടായതിനു ശേഷം കൈപ്പത്തി ചിഹ്നം വന്നതിനു ശേഷം കൈപ്പത്തിയില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പാണ് ചേലക്കരയിൽ. ചേലക്കരയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റിട്ടുണ്ട് എന്നും പോളിംഗ് വിളിച്ചോടുന്നുണ്ട്. ഒരു നല്ല ഗവൺമെൻറ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടരാൻ കേരളത്തിലെ ജനത വിജയിക്കും. CCV ന്യൂസ് ചേലക്കര.